അസ്സലാമു അലൈക്കും. മൗലീദ് ചൊല്ലുമ്പോ അതിന്റെ ജവാബ് ചെറിയ പ്രായത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. എന്നാൽ അതിലൊക്കെ വരുന്നത് സ്വലാത്തും സലാമും അല്ലേ? സ്വലാത്തും വതസ്ലീമുൻ അല്ലേ? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാവാതി അലൻ നബി. ഇങ്ങനെ യാ നബി സലാം അലൈക്കും അല്ലേ? മൗലീദിന്റെ ഓരോരോ ജവാബും സ്വലാത്തും സലാമും നിറഞ്ഞതാണ്. അത് പല രീതിയിൽ പല വേർസൽ വരുന്നു എന്ന് മാത്രം. സ്വലാത്തിനും സലാമിനും ഒരുപാട് പുണ്യമുണ്ട്. നിങ്ങൾ അറിയണം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്വലാത്ത് എന്റെ മേൽ ഒരാൾ ചൊല്ലിയാൽ 10 നന്മകൾ അവനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും 10 തിന്മകൾ മായ്ക്കപ്പെടുകയും 10 സ്ഥാനങ്ങൾ അവന് ഉയർത്തപ്പെടുകയും ചെയ്യും എന്നാണ്. അതാണ് സ്വലാത്തിന്റെ പവർ. സലാമിന്റെ പവറോ തസ്ലീം സലാമിന്റെ പവർ, മാമിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി അൻ അറുദ് അലൈഹി സലാം. ഒരാളും എന്നോട് സലാം പറയുന്നില്ല, അള്ളാഹു ആ സലാം മടക്കുവാൻ വേണ്ടി എന്റെ ആത്മാവിനെ എനിക്ക് മടക്കി തരുമെന്നാണ്. അപ്പൊ നമ്മള് സലാം പറയുമ്പോൾ ആ സലാമിനെ മുത്തുനബി മദീനയിൽ കിടന്നുകൊണ്ട് നമുക്ക് മടക്കി തരുകയാണ്. നാം സ്വലാം ചൊല്ലുമ്പോൾ അതിനു പകരം 10 ഒരുപാട് നന്മകൾ നമ്മിലേക്ക് വന്നു ചേരുകയാണ്. ഈ ലാഭം നമ്മൾ എന്തിനാ വേണ്ട എന്ന് വെക്കുന്നു? അതുകൊണ്ട് മൗലീദിന്റെ ഓരോരോ ജവാബും ഉച്ചത്തിൽ ചൊല്ലൂ. സ്വലാത്തും വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അല്ലാഹു നമ്മെ പ്രവാചക ഇഷ്ഖിന്റെ അനുരാഗത്തിന്റെ മുഹിബ്ബിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.